ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ വളരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു ടീച്ചറല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു PSC ആസ്പിറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലതൊന്നും കറക്റ്റായി എന്നുള്ളത് വരില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് പറയുക കേട്ടോ. ഇന്നത് തിരുത്തണം എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ക്ലാസ് ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വേറെന്താ, ഞാൻ ക്ലാസ് ഇപ്പോൾ അടുത്ത് നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള മാർത്താണ്ഡവർമ്മ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാനതൊരു 2 ദിവസത്തിനുള്ളിൽ ഞാനത് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ പുതിയ ആളുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്കമിങ് PSC എക്സാംസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിലബസ് വൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സിലബസ് നമ്മുടെ പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ട സമയത്ത് ഇങ്ങനെ 1-2 കമൻറ്റ്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ബേസിക് ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി വരുന്ന 2026 പരീക്ഷകൾ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ലൈഫിൽ PSC കോച്ചിങ്ങിന് ഒട്ടും പോവാത്ത ആൾക്കാരെന്ന് പറയുന്നത്, അതായത് ഈ PSC എഴുതുന്നവർ കേട്ടോ, സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളൊരു കോച്ചിങ് സെൻറ്റർ എന്താണെന്ന് അറിയാനെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് PSC കോച്ചിങ്ങിന് പോവാതെ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ വരുന്ന പരീക്ഷകൾ PSC കോച്ചിങ് ഇല്ലാതെ നേടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് 100% പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അതിനുള്ള സോഴ്സസ് ഉണ്ട്. കാരണം പണ്ട് അത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇത്രത്തോളം സോഷ്യൽ മീഡിയയും കാര്യങ്ങളും യൂട്യൂബ് പോലുള്ള കാര്യങ്ങളൊന്നും പണ്ടൊന്നും ഇത്രത്തോളം ഇല്ലല്ലോ. അപ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് കോച്ചിങ്ങിന് പോയേ പറ്റൂ, അല്ലെങ്കിൽ റാങ്ക് ഫയൽ പോലുള്ള കാര്യങ്ങൾ മേടിച്ചേ പറ്റൂ. അപ്പോൾ അത് നോക്കി പഠിച്ചാലേ അവർക്ക് പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പോകുന്നവരുണ്ട്, ബേസിക് ഒന്ന് സെറ്റാവാനായിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. അല്ലാതെ ഈ PSC കോച്ചിങ് സെൻറ്ററിൽ പോയാലേ PSC നേടാൻ പറ്റുള്ളൂ എന്നൊന്നും എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ സിലബസ് എടുക്കുക. ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ സിലബസ് എടുത്തതിന് ശേഷം ഇന്ന് മുതൽ, ഓക്കെ, അടുത്തപ്പോൾ ഇനിയിപ്പോൾ ഇനി വരുന്ന 10th ലെവൽ എക്സാംസൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് 1 വർഷം നമുക്ക് ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായ ആ ഒരു സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പതിയെ പഠിച്ചു തുടങ്ങുക. പതിയെ ആ ഒരു ഫൗണ്ടേഷൻ സെറ്റാക്കിയിട്ട് പതിയെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഞാനൊരു PSC കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കുന്ന ഒരാളല്ല. ഞാൻ സെൽഫ് സ്റ്റഡിയാണ്. ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ യൂട്യൂബ്, ടെലിഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ മാക്സിമം യൂസ് ആക്കുന്നത്. ഓക്കെ, പിന്നെ റാങ്ക് ഫയൽ ഒരെണ്ണം വെറുതെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റാങ്ക് ഫയലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ പേര് എൻ്റെ അടുത്ത് ലക്ഷ്യയുടെ ഏത് റാങ്ക് ഫയലാണ് മേടിക്കേണ്ടത്, ലക്ഷ്യയുടെ ഏത് റാങ്ക് ഫയലാണ് മേടിക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും ലക്ഷ്യ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ലക്ഷ്യ ആയതുകൊണ്ടാണ് ഞാൻ ലക്ഷ്യ കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യം ടാലൻറ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാലൻറ്റിൻ്റെ കുറച്ചുകൂടെ വാരി വലിച്ച് കൊടുത്തിരിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്യയുടെ മേടിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടാലൻറ്റിൻ്റെ ആണെങ്കിലും അത് മതി. ഏത് റാങ്ക് ഫയലാണോ ഉള്ളത് അത് മതി. ഇനി അതിൽ കൂടുതൽ ഒരു റാങ്ക് ഫയൽ മേടിക്കേണ്ട. ഒരെണ്ണം കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി പതിയെ പഠിച്ചു തുടങ്ങി ഏറ്റവും പുതിയ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ഇതിൻ്റെ ആ ഒരു ട്രാക്കുണ്ട്. നമുക്കിത് എങ്ങനെയാണ് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ ഒരു ട്രാക്കൊന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്താണ്, അതിലോട്ട് എല്ലാവരും എത്തില്ല എന്ന് മാത്രം. ചിലർ പകുതിക്ക് വെച്ച് പോവും, ചിലരും വീണ്ടും ഓടും, ചിലവർ ആദ്യത്തെ ഇതിൽ തന്നെ ശ്രമത്തിൽ തന്നെ ക്രാക്ക് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഫൗണ്ടേഷൻ സെറ്റാക്കുക. ഓക്കെ, ഒരു നല്ലൊരു എക്സാമിൻ്റെ 10th ലെവലിൻ്റെ സിലബസ് എടുക്കുക. ഒന്നേന്ന് തുടങ്ങുക, പതിയെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതിന് കോച്ചിങ് വേണമെന്നൊന്നുമില്ല. കാരണം അത്രയും ക്ലാസ്സുകൾ നമുക്കിന്ന് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ ഒരു റാങ്ക് ഫയൽ ഒന്ന് കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. നോട്ട്സ് എഴുതി പഠിക്കണമെന്നുള്ളൊരു നോട്ട്സ് എഴുതി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഇതിന് പ്രാധാന്യം കൊടുക്കുക. നമ്മളുടെ കൂടെ കൂടാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ കൂടെ കൂടാം. അത് എൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്
എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കൂടെ കൂടാം. നമ്മൾ പതിയെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ ഫൗണ്ടേഷനൊക്കെ സെറ്റാക്കി ഏറ്റവും പുതിയ ചോദ്യങ്ങളൊക്കെ പഠിച്ച് അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള സിലബസ് വൈസായിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു പഠന രീതി കറക്റ്റായിട്ടുള്ളത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇട്ട് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാം ഒരു സിലബസ് നോക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ പതിയെ തുടങ്ങാനായിട്ട് നോക്കുക. തുടങ്ങിക്കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും കിട്ടാവുന്നതേ ഉള്ളൂ ഇത്. ഓക്കെ, അപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ തിരുവിതാംകൂറിൻ്റെ വീഡിയോയും ചെയ്യാണ് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമ്മൾ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത് NCERT ആണ്. അപ്പോൾ NCERTയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതാ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ SCERTയിലുള്ളത് ഇത് അടുത്തത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ചെയ്യുന്ന പോലെ തന്നെ NCERT SCERT പ്ലസ് എക്സ്ട്രാ പോയിൻറ്റ്സും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് എക്സ്ട്രാ പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരുപാട് പേര് പറയുന്നത് ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് മതി, ഇങ്ങനെ ഈ നമ്മുടെ NCERT SCERTയുടെ ഇതുപോലെ ഇങ്ങനെ വേണ്ടെന്നൊക്കെയാണ്. പക്ഷേ എനിക്കിത് അത്ര നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പോഴൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലേ, നിങ്ങൾ പോയിൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അത് എത്രത്തോളം നല്ലതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ചെയ്തു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പഠിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനൊരിക്കലും പോയിൻറ്റ്സ് ആയിട്ട് മാത്രം അങ്ങനെ പഠിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്, തിരുവിതാംകൂറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. 2 പാർട്ടായിട്ട് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. കാരണം ഒരുപാടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് മടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ആദ്യം ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു റാണി ഗൗരി പാർവതിബായി വരെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ PDF-ഉം കാര്യങ്ങളും ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് മാത്രമേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെപ്പോലെ പഠിക്കുന്ന ഒരാളാണ്. ഇത് ഞാൻ എനിക്ക് പഠിക്കാനായിട്ട് ഉണ്ടാക്കുന്ന നോട്ട്സാണ്. അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, ഞാനൊരു സമയം പോലെ എനിക്ക് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എനിക്കും പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അങ്ങനെ ഫുൾ ടൈം എനിക്ക് മൊബൈലും ലാപ്പും കൊണ്ടിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം പോസിബിളാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ചിലപ്പോൾ ഈ ഒരു പേജിലൊരു ഇൻസ്റ്റ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നുമല്ല, വേറെ ഒരുപാട് ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ, കോൺടാക്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ എങ്ങനെയാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എന്താക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പേജിൻ്റെ പേരിൽ വേണമെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വേണമെങ്കിൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം അറിയണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ത്രൂ ആവുമല്ലോ. അപ്പോൾ എനിക്ക് സമയമുള്ള ടൈമിൽ എനിക്ക് റിപ്ലൈ തന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. നടക്കുമോ എന്നുള്ളത് അറിയില്ല, നോക്കട്ടെ. എൻ്റെ സമയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ ആഴ്ചയിൽ ഒരു 2 വീഡിയോ ഒക്കെ ഇടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ ഒരാഴ്ചയിൽ തന്നെ ഇപ്പോൾ 4ാമത്തെ വീഡിയോ 5ാമത്തെ വീഡിയോ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര സ്പീഡിൻ്റെ ആവശ്യമില്ല. കാരണം നേരത്തെ കാലത്തെ പഠിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ മെല്ലെ നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. ടൈം എടുത്ത് എല്ലാം കവർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് തന്നു കഴിഞ്ഞാലും മാക്സിമം 4 ഡേയ്സ് 5 ഡേയ്സ് ഒക്കെ എടുത്തിട്ട് മെല്ലെ സമാധാനമായിട്ട് എല്ലാം NCERT SCERTയും കാര്യങ്ങളെല്ലാം പഠിച്ച്. അതുപോലെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ നോട്ട്സ് തരികയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയൽ നോക്കണം കേട്ടോ. നിങ്ങളുടെ റാങ്ക് ഫയലിലും കൂടെ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കണേ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഒരേത് തന്നെ ആയിരിക്കും. കാരണം ഒരു റാങ്ക് ഫയൽ ഉണ്ടാക്കുന്നതും SCERT NCERT എല്ലാം ഉൾപ്പെടുത്തിയിട്ടും വായിച്ചിട്ടും തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും. അവിടെ ഉള്ളത് തന്നെ ആയിരിക്കും, ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും. അവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ കൂടി ഒരു റാങ്ക് ഫയൽ നോക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എന്താണ്, അതുപോലെ തന്നെ ആ ടൈം ടേബിൾ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വേണമെങ്കിൽ തരാം, പക്ഷേ അത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല അത് വർക്കാവുന്നുള്ളത്. കാരണം വേറൊരാൾ തരുന്ന ടൈം ടേബിൾ എങ്ങനെയാണ് നമുക്ക് വർക്കാവുക. ഞാനിതിൽ എൻ്റെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ സമയത്ത് ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ എപ്പോൾ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ പഠിത്തം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള എൻ്റെ ടൈം ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ടൈം ടേബിൾ ഞാൻ എൻ്റെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ടൈം ടേബിൾ നിങ്ങളുടെ ടൈമുമായിട്ട് ഒത്തുപോകണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഈ തരുന്ന നോട്ട്സ് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പഠിച്ച് തീർക്കാം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് അത്രയാണ് പറയാനുള്ളത്.
പിന്നെന്താ പിന്നെ ഇത് കഴിഞ്ഞതിന് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്, അതാവുമ്പോഴേക്കൊക്കെ തീർക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതാവുമ്പോഴേക്കും എങ്ങനെ തീർക്കുക, ഒരിക്കലും തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കാണുക കേട്ടോ, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ടൈം ഉണ്ടല്ലോ, ജസ്റ്റ് കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ പരീക്ഷ എഴുതിയാലും ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവാണുള്ളൊരു പോസ്റ്റാണല്ലോ. കാരണം നിയമനമൊക്കെ ഭയങ്കര ഇഴഞ്ഞിട്ടുള്ളതാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയൊക്കെ. നെഗറ്റീവ് പറയുന്നതല്ല, എന്നാലും പറയുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടി നോക്കുന്നില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം ടൈം വേണം, ഞാൻ സമയം എടുത്ത് മര്യാദയ്ക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വിചാരിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ കാണുക കേട്ടോ. നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ.